ഹലോ എവരി വൺ, എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലവ് റീഡിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നിങ്ങളൊരു കാർമിക് റിലേഷൻഷിപ്പിലാണോ, സോൾമേറ്റ് റിലേഷൻഷിപ്പിലാണോ, ആൻഡ് എന്താണ് അതിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആൻഡ് 2 പൈലുണ്ടായിരിക്കും. ഈ 2 പൈലിലും നിങ്ങൾക്ക് ഏറ്റവും റെസനേറ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്യുക. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആൻഡ് ഇതെങ്ങനെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നെഗറ്റീവ് അടിച്ച് ആരും ഇരിക്കരുത്. അത് ഞാൻ ഇപ്പോഴേ പറയാം. ബിക്കോസ് നമുക്ക് എപ്പോഴും നമ്മുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി. ആൻഡ് ഇതൊരു ഗൈഡൻസ് മാത്രമാണ്. നമുക്ക് എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളുടെ അത്രയും റെസനേറ്റ് ആവുകയാണെങ്കിൽ യു വിൽ നോ. ഓക്കെ, സോ നിങ്ങൾക്ക് പൈൽ ചൂസ് ചെയ്യാനുള്ള ടൈം തരാം. നമുക്ക് പൈൽ വെച്ചിട്ട് കാണാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ സോൾമേറ്റ് ആണോ നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ? യെസ് ഓർ നോ? പൈൽ നമ്പർ 1 റിലേഷൻഷിപ്പ് കാർമിക് ആണോ? ഓക്കെ. പൈൽ നമ്പർ 1 റിലേഷൻഷിപ്പ് സോൾമേറ്റ് ആണോ? പൈൽ നമ്പർ 1 റിലേഷൻഷിപ്പ് സോൾമേറ്റ് ആണോ? ഫസ്റ്റ് നമുക്ക് ഈ കാർഡ്സ് നോക്കിയാൽ. ആർ യു റെഡി? ഇതിന്നൊരു ക്ലിയർ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും യെസ് കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എ മിക്സ് ഓഫ് കാർമിക് ആൻഡ് സോൾമേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിയൻ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക, ഒരാൾക്ക് ചിലപ്പോൾ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂ ആയിരിക്കും, മറ്റാൾക്ക് ഫൈനാൻഷ്യലി ഇഷ്യൂസ് ആയിരിക്കും. ഈ കാർഡ്സിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഒരാൾക്ക് ഫൈനാൻസിൻ്റെ റിലേറ്റഡ്, കരിയർ ബേസ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും, മറ്റാൾക്ക് സ്വന്തം സെൽഫ് വർത്ത് മനസ്സിലാക്കേണ്ട ഇഷ്യൂസ് ആയിരിക്കും. ആ ഇഷ്യൂസ് മനസ്സിലാക്കാൻ വേണ്ടി പരസ്പരം ട്രിഗർ ചെയ്യുന്നു. പരസ്പരം ഇൻസെക്യൂരിറ്റീസിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ ഫേസിൽ ഗോ ത്രൂ ചെയ്ത് അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് വരുന്നു. നിങ്ങൾക്കിത് കാണാനുണ്ടോ? ആളിങ്ങനെ വരുന്നു, ഒരാൾ തിരിച്ച് മനസ്സിലാക്കി വരുന്നു, ഇയാൾ മനസ്സിലാക്കി വരുന്നു. പക്ഷെ അതൊരു സ്ലോ ഫേസാണ്. ഈ ഫേസിലും നിങ്ങൾക്കൊരു ഭയങ്കര ഇമോഷണൽ റോളർ കോസ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ ഫീലിങ്സ് ഉണ്ടായിരിക്കും. ഭയങ്കര ഫീലിങ്സ് ഉണ്ടായിരിക്കും. അത് സെൽഫ് വർത്തിൽ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ടായിരിക്കും. ആൻഡ് കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും അവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുക. സോ എനിക്കത് എന്താ അങ്ങനെ പറയാൻ തോന്നിയെന്നറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കുക. ആൻഡ് നിങ്ങളുടെ കാര്യത്തിൽ അതാണുള്ളത്. മേ ബി ആ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫൈനാൻസിൽ ഫോക്കസ് ചെയ്ത ആൾക്കാർക്ക് ഫൈനാൻസ് ആയിരിക്കും കോൺഫിഡൻസ്. ആൻഡ് സെൽഫ് വർത്ത് ഉള്ള ആൾക്ക് കോൺഫിഡൻസ് ഇസ് ബിൽഡ് ഓൺ ആ സെൽഫ് വർത്തിലായിരിക്കും കോൺഫിഡൻസ് ഒക്കെ. എനിക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി വന്നതാണ്. ആൻഡ് നിങ്ങളുടെ ഒരു മിക്സ് ഓഫ് കാർമിക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല ബ്യൂട്ടിഫുൾ സോൾമേറ്റ് കണക്ഷനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെയിം കണക്ഷൻ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂണിയൻ ചെയ്യാൻ പറ്റും. സോ ഇത് ഉറപ്പായിട്ടും റെസനേറ്റ് ആവണമെങ്കിൽ മാത്രം എടുക്കുക. ബിക്കോസ് റെസനേറ്റ് ആവാത്ത ഒരു റോങ് റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പോസിറ്റീവ് മാത്രം കേട്ടിട്ട് ഇതെനിക്ക് റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറാന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നുള്ളത്. യു വിൽ നോ, നിങ്ങൾക്കറിയാം. ആൻഡ് ഗൈഡൻസ് കുറച്ച് ഓൾറെഡി ഗൈഡൻസ് വന്നു. ഗൈഡൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ലെറ്റ് ഗോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുകളാണ്. ചില ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ ഒരു പേടി, ലോസ് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിക്കുന്ന ആൾക്കാരുകളാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ആരോ നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മേ ബി കൂടുതൽ പഠിക്കാനുള്ളത്. മേ ബി നിങ്ങൾ പിന്നിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എനിക്കിത് നഷ്ടപ്പെട്ട് എന്തുണ്ടാവും, എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഫിയർ ഓഫ് ലോസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ട ലെസൺ. അതായിരിക്കും നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം. സെവൻ ഓഫ് പെന്റക്കിൾസ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്ര നാൾ ഞാൻ ഭയങ്കര അധികം കഷ്ടപ്പെട്ടു ഈ ഒരു റിലേഷൻഷിപ്പിൽ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര അധികം എത്ര നാളിൽ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു, ഭയങ്കര അനലൈസിങ് സ്റ്റേജിലാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കൊന്നും നടക്കുന്നില്ല. പക്ഷെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾ എന്താണോ മാറ്റേണ്ടത് അത് വേഗം മാറ്റാൻ നോക്കിക്കോ. ബിക്കോസ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും യൂണിവേഴ്സ്? ഇവർ ഈ ഒരു ഇൻസെക്യൂരിറ്റീസ്, ഇവരുടെ ഈ കാർമിക് പാറ്റേൺസ് ഒക്കെ ഹീൽ ചെയ്താൽ എന്തുണ്ടായിരിക്കും?
അവരുടെ കാർമിക് പാറ്റേൺസ് ഹീലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ലൈഫിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഹാർമോണിയസ് റിയൂണിയൻ, നിങ്ങളുടെ ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യുക, ദ സൺ കാർഡ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളെ ഹാർമോണിയസ് റിയൂണിയൻ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് എന്തെങ്കിലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക, പുതിയ ബിഗിനിങ്സ് ഉണ്ടായിരിക്കുക. നിങ്ങൾ കൂടുതലും ഒരു ഫൈറ്റിംഗ് എനർജിയിലാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടുതൽ ഫൈറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനുണ്ടാവില്ല, വെറുതെ ഓവർ തിങ്ക് ചെയ്തിരിക്കുകയുള്ളൂ. സോ അത് വിട്ടേക്കുക, ലെറ്റ് ഇറ്റ് ഗോ. യൂണിവേഴ്സ് ഈസ് കോളിങ് യു. നിങ്ങളുടെ ആ ഒരു എന്തൊക്കെയാണെന്ന് മാറ്റിയെടുക്കുക. ബിക്കോസ് നിങ്ങളിതിൽ ഹീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതേ പാറ്റേൺസ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. യു നീഡ് ടു ഹീൽ. നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് എനർജി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. സി, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കത് സോൾ കോളിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ January 1, 2, 3 ഒരു പവർഫുൾ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വർക്ക്ഷോപ്പ്, ഷിഫ്റ്റ് യുവർ റിയാലിറ്റി. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഡിസൈഡ് റിയാലിറ്റിയിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. സോ 3 days വർക്ക്ഷോപ്പ് ആയിരിക്കും. ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹീലിങ്സ് ഉണ്ടായിരിക്കും. എല്ലാം ഒരു ഡിവൈൻ ഗൈഡൻസ് പോലെ, ബട്ട് ഡെഫിനറ്റ്ലി ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെ നിങ്ങളുടെ ആ ഒരു ഡിസൈഡ് അറ്റാച്ച്മെൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഞാൻ പ്രത്യേകം വിശ്വസിക്കുന്നത് എങ്ങനെ നമ്മുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നും റിസൾട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ പേടികളിൽ നിന്നും നമുക്ക് മാറി നമ്മുടേതായിട്ടുള്ള ഡിസൈഡ് റിയാലിറ്റി നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളൊരു വർക്ക്ഷോപ്പായിരിക്കും. സോ ലൈഫ് ടൈം റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് സോൾ കോളിംഗ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു ജോയിൻ. ആൻഡ് സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. January 1, 2, 3 ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ലിമിറ്റഡ് സീറ്റ്സ് ആണ്, ബട്ട് ഇഫ് യു തിങ്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ. ഇതെപ്പോൾ കാണുന്നോ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. റെക്കോർഡിങ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് നെക്സ്റ്റ് കാർഡ്സ് എടുക്കാൻ തോന്നുന്നത്. സോ കാർമിക് ഓർ സോൾമേറ്റ്, ഇവരുടെ റിലേഷൻ പൈൽ നമ്പർ 1 കണക്ഷനിൽ എന്തെങ്കിലും ഗൈഡൻസ് ഓർ മെസ്സേജസ്. സി, ജസ്റ്റിസ്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര സ്റ്റക്കായിട്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ എന്തെടുക്കുന്നോ, നിങ്ങളുടെ അങ്ങനത്തെ ഡിസിഷൻ്റെ കാര്യത്തിൽ പ്രയോറിറ്റി എടുക്കേണ്ടതിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മുന്നേ എല്ലാം വിട്ടുകൊടുത്ത് എല്ലാം അവർക്ക് വേണ്ടി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ല സ്നേഹം. ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കണം. ചില കാര്യങ്ങൾ ട്രൂത്തോടെയും ക്ലാരിറ്റിയോടെയും പറയണം. നിങ്ങൾക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അത് യൂണിവേഴ്സിനോടെ ആയാലും എന്താണ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ട്രൂത്ത് പറയാം. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറേ പേര് സ്വയം കള്ളം പറയുന്ന പോലെ, ലൈക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല, ബട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വെടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേ ബി ചേസിങ് എനർജിയിലായിരിക്കും, കുറേ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കും എനിക്കിതാണ് വേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷെ നിങ്ങളത് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു സെറ്റ് യുവർ മോറൽ കോമ്പസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? ആൻഡ് ദിസ് ഇസ്, ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഈ ഒരു ടൈം എന്താണോ, ഇപ്പോൾ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് എന്താണോ ചെയ്യുക, അതിപ്പോൾ കരിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമാണ്. അല്ലാണ്ട് ചേസ് ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള. ദിസ് ടൈം ഇസ് ഫോർ യുവർ സെൽഫ്. സോ യൂട്ടിലൈസ് ദിസ് ഫോർ ദ ബെസ്റ്റ്. കാരണം അവർ തന്നെ അവരുടേതായിട്ടുള്ള ഹീലിംഗ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹീലിംഗ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ റീയൂണൈറ്റ് ഉള്ളൂ. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അത് മനസ്സിലാവും. അത് പല രീതിയിൽ കൂടെ യൂണിവേഴ്സ് തന്നെയായിട്ട് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കും. അത് നിങ്ങൾക്കായാലും യൂണിവേഴ്സ് പല രീതിക്കും. ഇത് മെൻ്റാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെയായിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അല്ലാണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് എങ്ങനെ വരും, എപ്പോൾ വരും, ഏത് വഴി കൂടെ വരുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. എനിക്കത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. ബിക്കോസ് നിങ്ങൾ കുറേ പേർക്ക് ഈ റീയൂണിയൻ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പേടിയാണ്, ഞാൻ പോയി സംസാരിച്ചാലേ ശരിയാവുള്ളൂ. അല്ല,
അവർക്ക് മനസ്സിലാക്കി ഇത് മെൻറ്റാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ കുറേ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരും. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണോ ഒരു സിറ്റുവേഷൻസ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ യൂണിവേഴ്സ് ഓരോ സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് നിങ്ങളെ ഒരുമിപ്പിച്ചോളും. നിങ്ങൾ പേടിക്കേണ്ട. ആ ഒരു ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്തോ. ഒരു എയ്റോപ്ലെയിനിൽ പോകുമ്പോൾ നിങ്ങൾ സുഖമായിരുന്ന് ട്രാവൽ ചെയ്യുന്ന പോലെ സംഭവം എത്തും, ഡെസ്റ്റിനേഷനിൽ എത്തും. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ മതി, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി, സംഭവം എത്തിക്കോളും. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സ്പീക്ക് യുവർ മൈൻഡ് ടു സോൾവ് യുവർ പ്രോബ്ലം. നിങ്ങളോട് തന്നെയായിരിക്കും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ച് സ്പീക്ക് യുവർ മൈൻഡ്. എന്താണ് നിങ്ങളുടെ കാര്യം അത് നിങ്ങൾ തുറന്ന് പറയുക. അത് ഒരാളോട് പറയണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയാം. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഒരിക്കലും ഒരു ലിമിറ്റഡ് ഈ വഴി കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വഴി കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചാലും നമ്മൾ വേറെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് തിരിച്ച് വേറെ വഴിയൊക്കെ കാണിച്ചിട്ട്. സോ ദർ ഇസ് എ ലിമിറ്റഡ് പോസിബിലിറ്റീസ്. കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഡെസ്റ്റിനേഷൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ പല പോസിബിലിറ്റീസ് കൂടെ നമുക്ക് അവിടെ എത്താം. അത് നിങ്ങൾ തീരുമാനിക്കണം. ഷോർട്ട് കട്ട് എടുക്കണോ ലോങ് കട്ട് എടുക്കണോ അത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ ചേസിങ് എനർജി ആണെങ്കിൽ കുറച്ച് ലോങ് കട്ടായിരിക്കും, കുറച്ച് വളവും തിരിഞ്ഞ് വെച്ചാൽ അവിടെ എത്തും പക്ഷെ പഠിക്കും. ഷോർട്ട് കട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്യുക. ഞാൻ ഈ റെക്കോർഡിങ് ഇപ്പോൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു കോൾ വന്നു. സോ ഞാൻ എല്ലാം ഒരു സൈനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും. ആൻഡ് ഞാനിവിടെ എന്താ പറഞ്ഞത്, ഡിവൈൻ ഇസ് കോളിങ് യു. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു കോൾ വന്നത്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. സോ അതുപോലെയാണ് നിങ്ങൾ ആരിലേക്കോ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ വെടിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സംടൈംസ് നമ്മുടെ പാരൻസ് പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോലെ ഒരു കോളിങ് നമുക്ക് വരും. നീ എഴുന്നേക്ക്, നീ നിൻ്റെ കാര്യങ്ങൾ ആദ്യം പോയി ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്? സോ ചില കാര്യങ്ങൾ യു നീഡ് ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. സോ ഞാനിവിടെ ഇത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനത് ഫുഡ് പോയി കഴിച്ച് വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്തു. സോ ഐ നീഡ് ടു പ്രയോറിറ്റൈസ് മൈ സെൽഫ് ചില കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ എനിക്ക് എനർജി ഉണ്ടാവില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാനാണെങ്കിലും എനർജി ഉണ്ടാവില്ല അവിടെ. സോ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇസ് ഓൾസോ സംടൈംസ് യു നീഡ് ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഫോർ സം തിങ്സ്. അറ്റാച്ച്ഡ് ആവണ്ടെന്നല്ല, ബട്ട് നമുക്ക് സ്നേഹിക്കാം. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആൾ ഇതുപോലെ തന്നെ നമ്മളോട് പെരുമാറണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം, അല്ലേ? സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എപ്പോഴും അത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം അവർ അതുപോലെ ചെയ്തു എന്ന് വരില്ല. ചില കാര്യങ്ങൾ അവർ അവരുടേതായിട്ടുള്ള പ്രയോറിറ്റി വെക്കാറുണ്ടാവും, അതുപോലെ നിങ്ങളും വെക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് ഫയൽ നമ്പർ 1 മൂണോളജി കാർഡ്സിനുള്ള മെസ്സേജസ് ഉണ്ടോ? ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. യു ആർ ഗുഡ് ഇനഫ്. ഇനി ഇത് കൂടുതൽ എന്ത് കൺഫർമേഷനാണ് വേണ്ടത്? ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. നിങ്ങൾക്ക് എന്താണോ പേടി, എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം കൺഫർമേഷൻസ്. നമ്മൾ എന്താണോ വിചാരിക്കുന്ന ആ റീഡിങ്ങിൽ കൺഫർമേഷൻസ് വരുമ്പോൾ ഐ ലവ് ഇറ്റ്. താങ്ക് യു യൂണിവേഴ്സ്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് സോൺ ആ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് റൂമിനുള്ളിൽ ഇരിക്കേണ്ടതാണ് കംഫർട്ട് സോൺ, ഇങ്ങനെ ഇരിക്കേണ്ടതാണെങ്കിൽ ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ്. എക്സ്പ്ലോർ. യു ആർ ഗുഡ് ഇനഫ്. നിങ്ങളുടെ പേടികൾ എന്താണോ അതൊന്ന് ഫേസ് ചെയ്യുക. അതിൽ കൂടെ അത് വർക്ക് ത്രൂ ദാറ്റ്. അല്ലാണ്ട് ഇതിലിങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പേടി മാറുള്ളൂ. നോ, വർക്ക് ത്രൂ ദാറ്റ്. എനിക്ക് ഇരുട്ടാണ് പേടി, അപ്പോൾ ആരെങ്കിലും വന്ന് ലൈറ്റ് ഓൺ ചെയ്താലേ ശരിയാവുള്ളൂ. നോ, ആ ഇരുട്ടിൽ കൂടെ നടന്ന് അപ്പുറത്തൊരു സ്വിച്ച് ഉണ്ടാവും, ലൈറ്റ് ഓൺ ചെയ്താൽ. അല്ലെങ്കിൽ ഇരുട്ടിൽ കൂടെ നടന്ന് അപ്പുറത്തൊരു ലൈറ്റ് ഉണ്ടാവും, അത് കാണാം. അല്ലാണ്ട് ഈ ലൈറ്റ് ഓൺ ചെയ്താലേ ഞാൻ നടക്കുള്ളൂ അല്ല. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. അത് നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച കാര്യത്തിലായിരിക്കും. നിങ്ങൾക്കറിയാം ഈ റീഡിങ് നിങ്ങളുടേതാണോ അല്ലയോ എന്ന്. സോ ഇത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആൻഡ് പേഴ്സണൽ സെഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബുക്കിൻ്റെ കാര്യം ഞാനത് മാക്സിമം ഓൺലൈൻ അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് നോ ബുക്ക് ആൻഡ് എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, സ്റ്റിൽ ദെൻ
സ്റ്റേ ബ്ലെസ്ഡ് എവരിവൺ. ഓക്കെ, ഹലോ പൈൽ നമ്പർ 2. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ സോൾമേറ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നതനുസരിച്ച് മാത്രം എടുക്കുക, അല്ലാത്ത വിട്ടേക്ക്. ഇതൊരിക്കലും പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ? പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ്, പൈൽ നമ്പർ 2 കാണുന്ന പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ? 1 കാർഡ്. പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ? പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ? പൈൽ നമ്പർ 2ൻ്റെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് ആണോ? ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് അല്ല, സോൾമേറ്റ് ആണ്. ആൻഡ് ഓൾവേസ് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് അല്ല ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്നുണ്ടെങ്കിൽ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ദിസ് ഇസ് നോട്ട് കാർമിക് കണക്ഷൻ, ദിസ് ഇസ് എ സോൾമേറ്റ് കണക്ഷൻ. ബട്ട് സ്റ്റിൽ നിങ്ങളത് കാണുന്നുള്ളവർക്കുള്ളൊരു മെസ്സേജ് എന്താണ് ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, സൊല്യൂഷൻ? പൈൽ നമ്പർ 2ക്കുള്ള എന്താണ് ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള? പൈൽ നമ്പർ 2 യൂണിവേഴ്സ്, പൈൽ നമ്പർ 2 സൊല്യൂഷൻ എന്താണ്? പൈൽ നമ്പർ 2 അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ റിലേഷൻഷിപ്പിൽ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ കാർഡ്സിൻ്റെ കൺഫർമേഷൻ എടുക്കട്ടെ കേട്ടോ. പൈൽ നമ്പർ 2 വൈ 3 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സൂട്ട്സ്. പൈൽ നമ്പർ 2ന് എന്തുകൊണ്ട് 3 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സൂട്ട്സ്? ഞാനിതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് മക്കളെ? ഇത് നോക്കിയേ, 3 ഓഫ് കപ്സ് എന്താണെന്ന് ചോദിച്ചു, 3 ഓഫ് കപ്സ് എനിക്ക് വന്നു. വൈ 3 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സൂട്ട്സ്? ഓക്കെ, നമുക്കുള്ളൊരു ആൻസർ വന്നിട്ടുണ്ട്. എന്താ നോക്കട്ടെ കേട്ടോ. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ്. മേ ബി നിങ്ങൾ കാണുന്നവരും കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഞാൻ കുറച്ച് സ്പേസ് ഔട്ട് ആവുന്നുണ്ട്. ഞാൻ ഈ റീഡിങ് ഷഫിൾ ചെയ്യുമ്പോഴും കുറച്ച് സ്പേസ് ഔട്ട് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങളുടെ എനർജീസ് ആയിരിക്കാം. നിങ്ങൾ സ്പേസ് ഔട്ട് ആവുന്നുണ്ടോ? പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഓക്കെ. സി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു തേർഡ് ആരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോൺഫ്ലിക്ട്സ് ആയിരിക്കാം കൂടുതലുണ്ടായിരുന്നുണ്ടാവുക. അത് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ആരും ആണെങ്കിലും ആയിരിക്കാം. മേ ബി ആ കോൺഫ്ലിക്ട്സിൽ നിന്ന് കുറച്ച് പെയിൻഫുൾ സിറ്റുവേഷൻസ് അറൈസ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് തീർക്കേണ്ട ഒരു കോൺഫ്ലിക്റ്റ് മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഇടപെട്ടു. ആൻഡ് 333 കാണുന്നവരായിരിക്കാം, 333 കാണുന്നവരായിരിക്കാം കൺഫർമേഷൻ. ആൻഡ് 333 കൺഫേം ചെയ്തോളൂ. 333 കാണുന്നവരായിരിക്കാം. ലൈഫ് ഇസ് ഹാർഡ് റൈറ്റ് നൗ, ലുക്ക് അറൗണ്ട്, ഹെൽപ്പ് ഇസ് അറ്റ് ഹാൻഡ്.
നിങ്ങൾ കുറേ കാര്യങ്ങളിലപ്പോൾ ഇൻസെക്യൂർ ആയിരുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ വളരെയധികം പോസിറ്റീവായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി ഭയങ്കര അധികം ഒരു എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റാണ്, നിങ്ങളൊക്കെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, അത് റൈറ്റാണ്. അല്ലെങ്കിൽ യൂസ് യുവർ കോമൺ സെൻസ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണോ ഉണ്ടായിട്ടുള്ളത്, യൂസ് യുവർ കോമൺ സെൻസ്. അല്ലെങ്കിൽ എന്തൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക. ഐ എം സോറി ടു സേ ബട്ട് യൂസ് സം കോമൺ സെൻസ്. എന്തോ നിങ്ങളുടെ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി, നിങ്ങളുടെ ആ ഒരു ലൈഫിലുള്ള അവരുടെ ലൈഫിലുള്ള ഈ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസൊക്കെ കാരണം നിങ്ങൾക്ക് വളരെയധികം ലെഫ്റ്റ് ഔട്ടായ പോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഒരു കോൾഡ് ബിഹേവിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടായ പോലെ തോന്നിയിട്ടുണ്ടാകും. മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ കോൺഫ്ലിക്ട്സിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ലാക്ക് ഓഫ് കോമൺ സെൻസ്. മനസ്സിലായോ? നിങ്ങൾ അവെയറല്ല, നിങ്ങൾ എന്തോ ചെയ്തു, അല്ലെങ്കിൽ ആരോ ഇൻവോൾവ് ചെയ്തിട്ട് കുറച്ച് വഷളാക്കി തന്നപ്പോൾ കുറച്ച് സിറ്റുവേഷൻ അടിപൊളിയായിട്ട് വേഴ്സായി. റിജക്ഷൻസ്, ബിട്രയൽ, ഡിസ്ലോയാലിറ്റി, എവിടെയൊക്കെയോ ഒരു തേർഡ് പേഴ്സൺ കാരണം ഉണ്ടായിട്ടുള്ള ഒരു പെയിനാണ്. തേർഡ് പേഴ്സൺ വെച്ചാൽ തേർഡ് പാർട്ടി അല്ല, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഫ്രണ്ട്സ് ആവാം, കരിയർ ആയിരിക്കാം, ലിറ്ററലി ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വരെ ആയിരിക്കാം, ആരും വേണമെങ്കിലും ആവാം. അല്ലാണ്ട് തേർഡ് ഓപ്പോസിറ്റ് സെക്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി സം ഇൻവോൾവ്മെൻറ്റ് കാരണം ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടായത്. സോ നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. ഇപ്പോൾ ലൈഫിൽ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം? ഒന്നുമില്ല മക്കളെ, ഇപ്പോഴും എല്ലാവർക്കും സെൽഫ് വർത്ത്ൻ്റെ ഇഷ്യൂസാണ്. ചില കാര്യങ്ങൾ ബിലീവ് ചെയ്യാൻ പഠിക്കുക, ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാണ്ട് വരുമ്പോൾ ട്രസ്റ്റ് ചെയ്യുക. ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്മെച്യൂരിറ്റിയാണ് പ്രശ്നം എവിടെയൊക്കെയോ, ചിലവർക്ക് മാത്രം. സോ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു വാല്യൂ, റിയലൈസേഷൻ, വർത്തിനെ നിങ്ങൾ പൊക്കിയെടുക്കുക. ഞാൻ വർത്തിയാണ്, ഞാൻ ഇന്നൊരു ലവ് ഡിസേർവിങ് ആണ്. ആൻഡ് നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക് ഔട്ട്. എന്താണൊരു ബ്ലോക്കേജ് ഞാൻ കാണുന്നത്? വാട്ട്സ് ബ്ലോക്കിംഗ് ദിസ് റിലേഷൻഷിപ്പ്? എന്തുകൊണ്ടാണ് ഒരു കൺഫ്യൂസ്ഡ് എനർജി വരുന്നത്? എന്തുകൊണ്ടാണൊരു അറിയുന്നില്ല. വാട്ട്സ് ബ്ലോക്കിംഗ്? എന്താണൊരു ക്ലാരിറ്റി തരാനുള്ള യൂണിവേഴ്സിന്? ഇത്ര കാർഡ്സ് വേണ്ട, 1 by 1 മതി. ലിറ്ററലി ആരും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് എന്ത് വേണമെങ്കിലും ആവാം, ഒരു തിങ് വേണമെങ്കിൽ വരെ ആവാം. എന്താണ് കൺഫർമേഷൻ ഇതിലുള്ളത്? 1 by 1 ഒരു ക്ലാരിറ്റി തരാനുള്ളത്. പൈൽ നമ്പർ 2 ഒരു ക്ലാരിറ്റി കൊടുക്കാൻ. നിങ്ങൾക്കറിയാം എന്താ ഉണ്ടായെന്ന് അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കുറേയൊക്കെ ഇൻസെക്യൂരിറ്റീസ് ആയിക്കഴിഞ്ഞാലും കുറേ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, എവിടേക്കോ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കിടന്ന് കളിക്കുന്നുണ്ട്, അതായിട്ട് ഉണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ പുതിയ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണണം. കുറേ ഫിയേഴ്സ്, ഡൗട്ട് നിങ്ങൾ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കണ കണ്ടോ നിങ്ങളുടേതായിട്ടുള്ളതിൽ? അതാണ് മെയിൻ സംഭവം. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. അത് ചില കാര്യങ്ങളിൽ ലോജിക്കലി നിങ്ങൾ സംസാരിക്കുക, ലോജിക്കലി ക്ലിയർ ചെയ്യുക, ലോജിക്കലി സ്പീക്ക് ചെയ്യുക. ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഇമോഷണലി നമ്മൾ സ്പീക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഒരു റിസൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു നല്ലൊരു ഇൻസൈറ്റോടെ, നല്ലൊരു ക്ലാരിറ്റിയോടെ നമ്മൾ സംസാരിക്കണം. എനിക്ക് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, നമ്മുടെ മൈൻഡിൽ എന്താണ് അത് ക്ലിയറായിട്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിതിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് അത് മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നിട്ട് പകരം പെരുപ്പിച്ച് ഓവർ തിങ്ക് ചെയ്യും. അവരെന്ത് വിചാരിക്കുന്ന ആലോചിച്ച് പെരുപ്പിച്ച് ഓവർ തിങ്ക് ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുക? നിങ്ങൾ തന്നെ സ്റ്റക്കായി കിടക്കും. ഒരു പേടിയോ, നിങ്ങൾ തന്നെ
നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. യു ഹാവ് ഓൾവേസ് ദ ഫ്രീഡം ടു ചൂസ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് എന്തൊരു കാര്യമാണ് യു ഹാവ് ഓൾവേസ് എ ഫ്രീഡം ടു ചൂസ് വാട്ട്സ് റൈറ്റ് ഫോർ യു ആൻഡ് വാട്ട്സ് നോട്ട് റൈറ്റ് ഫോർ യു. സോ ഇഫ് യു ആർ ചൂസിങ് വാട്ട്സ് നോട്ട് റൈറ്റ് ഫോർ യു, ദെൻ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ദാറ്റ്. അത്രേ ഉള്ളൂ. എന്തൊക്കെ എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ് കാരണമാണ്? അല്ല, നത്തിങ് ഇസ് ലിമിറ്റഡ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ലിമിറ്റഡ് ആക്കി വെക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ലിമിറ്റഡ് ആക്കി വെക്കുന്നത്. എങ്ങനെയാണ് പോണേ, റീഡിങ് എങ്ങനെയാണ് പോണേന്ന് അറിയില്ല, ബട്ട് യു ഹാവ് ടു ബി ഇൻ ദിസ് എനർജി. കുറച്ചും കൂടെ ക്ലാരിറ്റി എടുക്കുക, എന്തെങ്കിലും എക്സ്ട്രാ ഗൈഡൻസ് ഫോർ പൈൽ നമ്പർ 2. സോൾമേറ്റ് ആണ്, പക്ഷെ എന്താണ് വല്ല പ്രശ്നം? സോൾമേറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? സോൾമേറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഇതിലത്തെ പ്രശ്നം? എന്താ? സോൾമേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ അതിലത്തെ പ്രശ്നം? 1 by 1 മതി. Why Ace of Wands? Why Ace of Wands? Why Ace of Wands ചോദിച്ചപ്പോൾ Ace of Pentacles വന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ ഈ കണക്ഷനിൽ വീണ്ടും ഒരു ചാൻസ് തരുന്നുണ്ട്. അത് ലൈക്ക് ആ കണക്ഷൻ ഉണ്ടായിട്ടില്ല, മേ ബി നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തരുന്ന പോലെ തോന്നിയിരിക്കാം. യൂണിവേഴ്സ് വീണ്ടും ഒരു ന്യൂ സോൾമേറ്റ് ആയതുകൊണ്ട് വീണ്ടും നിങ്ങൾക്കൊരു ചാൻസ് തരുമായിരിക്കാം. ബട്ട് ആ ഒരു ചാൻസ് തരുമ്പോൾ നിങ്ങളുടെ പഴയ ഇമോഷണലി ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇതിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. നല്ലൊരു മെച്യൂർഡ് പോസിറ്റീവ് വൈബ്രേഷൻ സ്റ്റേറ്റ്, ആ ഒരു സെൽഫ് വർത്ത് സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴും സംസാരിക്കാൻ നോക്കുക. ബിക്കോസ് യു ഹാവ് ഫ്രീഡം ടു ചൂസ്. നിങ്ങൾക്ക് ഈ സോൾമേറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇറ്റ്സ് പ്യുവർലി അപ് ടു യു. ആൻഡ് ഇത് വിട്ട് കളഞ്ഞാൽ വേറെ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാബ് ചെയ്യാം. വർക്ക് ഓൺ യുവർ സെൽഫ് ബിഫോർ ദാറ്റ്. വർക്ക് ഓൺ യുവർ സെൽഫ് ബിഫോർ ദാറ്റ് ആൻഡ് ഇറ്റ്സ് എ പോസിറ്റീവ് കാർഡ്. യൂണിവേഴ്സ് സപ്പോർട്ടിങ് ദിസ്. യൂണിവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. ബട്ട് ആ ഇൻസെക്യൂരിറ്റീസിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നാൽ മതി. പഴയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാണ്ടിരുന്നാൽ മതി. നിങ്ങളൊരു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഹെൽത്തി സ്റ്റേറ്റ്, ഒരു മെച്യൂർഡ് സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കാൻ നോക്കുക, സോൾവ് ചെയ്യാൻ നോക്കുക. ഇമോഷണലി സംസാരിക്കുന്നതിന് പകരം ലോജിക്കലി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇങ്ങനെയാണ്. ഇരുന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും സമാധാനമായിട്ടിരുന്ന് സംസാരിക്കുന്നത്, എൻ്റെ പൂവല്ലേ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ലോങ് ടേമിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഇത് നമുക്ക് അലൈൻ ആവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട്, അങ്ങനെ സംസാരിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് മക്കളെ. സോ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. സ്പീക്ക് ഫ്രം ദ സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് വെച്ച് എനിക്ക് ഇനി ആരെ കിട്ടുമെന്ന് അറിയില്ല, എന്നെ വിട്ട് പോകരുത് എന്ന് പറയുന്ന ഒരു എനർജിയും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന എനർജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ വർക്ക് ഓൺ ദിസ്. യൂണിവേഴ്സ് വീണ്ടും ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരും. അത് നിങ്ങൾ എപ്പോഴാണ് നോക്കേണ്ട, യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും. ആൻഡ് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. യു ക്യാൻ ചൂസ് ഇഫ് യു വാണ്ട്, എൽസ് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ബിക്കോസ് ഇറ്റ്സ് യു ഹൂ ഇസ് ലിവിങ് വിത്ത് ദം ഫോർ എവർ, റൈറ്റ്? അതുകൊണ്ട് മാത്രം. ഇനി നിങ്ങൾക്ക് കുറച്ച് മൂന്നോളജി കാർഡ്സ് കൂടെ നോക്കാം. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2നുള്ള മെസ്സേജസ് എന്താ? പൈൽ നമ്പർ 2 ഫോർ ദ റിലേഷൻഷിപ്പ്, ഫോർ ദ സോൾമേറ്റ് റിലേഷൻഷിപ്പിനുള്ള ഒരു മെസ്സേജ് എന്താ? പൈൽ നമ്പർ 2. See, you are very close to achieving the goal. Confidence is your key to success. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നോക്കണം. ഇറ്റ്സ് ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്. നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ഞാൻ വീണ്ടും സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ എത്രത്തോളം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലിരിക്കുന്നു അതിന് പ്രത്യേകിച്ചൊന്നും വരാനില്ല, അത് മനസ്സിലാക്കുക. ആൻഡ് യു ആർ വെരി, നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങളത് അച്ചീവ് ചെയ്യാൻ വളരെയധികം ക്ലോസ്ഡ് ആണ്. സോ ഒരു ലിമിറ്റിംഗ് ബൗണ്ടറീസിൽ സെറ്റ് ചെയ്തിരിക്കാണ്ട് എക്സ്പ്ലോർ മോർ ഓപ്ഷൻസ്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് കിടക്കാം. മേ ബി നിങ്ങളുടെ
വൺ സക്സസ് ഉണ്ടായിരിക്കുക. അത് എന്തൊരു കാര്യത്തിലായി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. യു ആർ ഗുഡ് ഇനഫ്. യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ ആഗ്രഹിച്ച ഇൻറ്റ്യൂഷൻ കേൾക്കാൻ ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച കൺക്ലൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്തൊരു എനർജി ആണെങ്കിലും ഇറ്റ്സ് ഗെയിനിങ് മൊമെൻറ്റം. ഓക്കെ, സോ നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഷിഫ്റ്റ് യുവർ റിയാലിറ്റി, January 1, 2, 3 ആണ്. സോ നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് സെഷൻസും ഉണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് എവറി വൺ. നെക്സ്റ്റ് റീഡിംഗ് ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.